വയനാടൻ മഞ്ഞൾ മുറിച്ചതാണോ എന്നൊക്കെ സംശയം കേട്ടില്ലേ സിനിമ പാട്ടില്? ഇതാണ് മുതല്. പക്ഷെ ശരിക്കുള്ള വയനാടൻ മഞ്ഞളല്ല, ഇത് 916 ആണ് അല്ലേ? സിനിമ പാട്ടിലൊക്കെ പറഞ്ഞു, വടക്കം പാട്ടുകളിൽ പറയും വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ എവിടുത്തെ പെണ്ണുകൾ എന്നൊക്കെ പറയുന്നില്ല. ആ വയനാടൻ മഞ്ഞളിന്റെ പ്രത്യേകത എന്താ? വയനാടൻ അത് ഈ നിറത്തിലുള്ള വ്യത്യാസമാണ്, നല്ല കളറിലുള്ള ആ ഒരു പ്രത്യേകത കൊണ്ടാണ്. പക്ഷെ നമ്മൾ മറ്റുള്ള മഞ്ഞളിനെ അപേക്ഷിച്ച് വിളവ് കുറവാണ്, ചെറിയ ചെറിയ പാവുകളായിരിക്കും. ഈ ഫിംഗർ പ്രിന്റ് ഇതൊക്കെ വരുന്നതൊക്കെ ചെറുതായിട്ടുണ്ടാവും. പക്ഷെ കാണാൻ സൂപ്പറായിരിക്കും മറ്റു മഞ്ഞളിനെയൊക്കെ അപേക്ഷിച്ച്. പക്ഷെ ബാലശേഖരൻ പേറ്റന്റ് എടുത്തത് 916 നമ്മൾ വികസിപ്പിച്ചെടുത്ത അതിന്റെ ആ ഗുണവും നിറവൊക്കെ കണ്ടുകൊണ്ട് തന്നെ അന്നേരം തന്നെ ഞാനിട്ട പേരാണ് 916 മഞ്ഞളിന്. മാറ്റി വെച്ച് കളറില്ല. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള ഈ മഞ്ഞൾ ഇനങ്ങളൊക്കെ ഞാൻ കൃഷി ചെയ്തിരുന്നു. നാടനുണ്ട്, വയനാടനുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഇത് കൃഷി ചെയ്യാന്നല്ലാണ്ട് ഇതിനൊന്നൊരു നല്ല വില കിട്ടാത്തതുകൊണ്ട് ഈ വിളവെടുക്കാതെ ഇങ്ങനെ തോട്ടത്തിൽ ഉപേക്ഷിച്ച പോലെ കിടക്കുമായിരുന്നു. ഒരു കൊല്ലം വില വന്നപ്പോൾ ഈ മഞ്ഞൾ പിന്നെ എല്ലാം ഒന്ന് പറിച്ചെടുത്ത് വേരൊക്കെ കളഞ്ഞ് ഒരുക്കുമ്പോൾ ഒരു ചോട് മാത്രം ഈ എല്ലാത്രയും മഞ്ഞളിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു ചോട് മാത്രം പ്രത്യേകത കിട്ടി. ആ മഞ്ഞൾ അതങ്ങനെ തന്നെ പൊട്ടിച്ചു പോകുന്ന നല്ല കളറ് അതവിടെ മാറ്റി വെച്ചു. ഇത് നല്ല 916 ആണല്ലോ എന്ന് അന്നേരം തന്നെ ആ പേര് കൊടുത്തു. നല്ല കളർ കണ്ടു, അത് മാറ്റി വെച്ച് കൃഷി ചെയ്തിട്ട് വിളവെടുത്ത് നോക്കുമ്പോൾ ഇതേപോലെ തന്നെ വിളവ് നല്ല തുടർന്ന വിളവ് കിട്ടുന്നു. പിന്നെ കുറച്ച് ഭാഗം പറിക്കാതെ വെച്ച് ഈ പുതുമഴ പെയ്ത് ആദ്യം ഇതിന് മുള വരുമ്പോൾ ഒരു മുളയും പിന്നെ അതിൻ്റെ ചുവട്ടിൽ നിന്നൊരു പൂവും കടന്നു വരും. ഈ മഞ്ഞൾ പൂവ് പിന്നെ സൂക്ഷിച്ച് നിർത്തിയിട്ട് പിന്നെ മഞ്ഞൾ ഉണങ്ങി കഴിയുമ്പോൾ അതിൻ്റെ ഇതില്ലേ പൂ ഇങ്ങനെ ഇതളി പറിച്ച് ചീന്തി നോക്കുമ്പോൾ അതിൽ നിന്ന് വിത്ത് കിട്ടി. ആ വിത്ത് പിന്നെ ഇങ്ങനെ മഞ്ഞളിൽ നിന്ന് വിത്ത് കിട്ടുക വളരെ അപൂർവമായി കിട്ടുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വായിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പം വിത്ത് കിട്ടിയപ്പോൾ ഞാനിത് കൃഷിഭവനിലൊക്കെ കൊണ്ട് കാണിച്ചു. പ്രിൻസിപ്പൽ കൃഷി ഓഫീസിലും അമ്പലവയലിൽ ഇങ്ങനെ വിദഗ്ധന്മാരെല്ലാം കാണിച്ചിട്ട് പിന്നെ അതേ വിത്ത് തന്നെ ഞാൻ ഗ്രോ ബാഗിൽ പാകി മുളപ്പിച്ച് തൈയാക്കി വീണ്ടും നിരീക്ഷിച്ച് നോക്കുമ്പോൾ ഇതേ ഗുണം തന്നെ ഇതേപോലെ തന്നെ ചുവടുണ്ടാകും. 2 വർഷം അത് വളർന്നു വരുന്ന ചെറിയ ആദ്യത്തെ വിത്ത് മുളച്ചതായി വരുമ്പം ഇന്നത്തെ വർഷം അതൊക്കെ ചെറിയ ഇതായിരിക്കും. അങ്ങനെ 2 വർഷം കഴിയുമ്പോഴേക്കും ഇത് നല്ല വലിപ്പമുള്ള പാവായി. ഞാനത് മനസ്സിലാക്കുന്നത് ഈ കുഴിക്കാതെ ഇങ്ങനെ നിർത്തിയപ്പോൾ ഏതോ തരത്തിൽ ഈ ഇത് ഒന്നിച്ച് പൂ വിരിയുമ്പോൾ എങ്ങനെ പരാഗണം നടന്നിട്ടുണ്ടാകും. പ്രകൃത്യാ നടന്ന ഒരു പരാഗണമായിരിക്കുന്നു വിചാരിക്കുന്നു. ആ ഇനത്തിനെ കണ്ടെത്താൻ പറ്റിയെന്നുള്ളതും അത് വളർത്താൻ പറ്റിയെന്നുള്ളതാണ് ഭാഗ്യം. അത് തന്നെ, വളർത്താൻ പറ്റിയെന്നതാണ് ഭാഗ്യം. ചെറിയ ഒരു ചോടാണ് ഈ കാണുന്നത്, ചെറിയൊരു ചോട്. നല്ലപോലെ പിന്നെ മണ്ണിൽ എടുത്തു കഴിഞ്ഞാൽ വിളവെടുത്തു കഴിഞ്ഞാൽ 1.5 കിലോ ഒരു ചോടിന് കിട്ടും. നേരെ മറിച്ചാത്ത ഒരു ചാക്കിലോ ഗ്രോ ബാഗിലോ ആണെങ്കിൽ 3.5 കിലോ വരെ കിട്ടും. ഇങ്ങനത്തെ ഒരു കട നട്ടാൽ തന്നെ ഒന്നും വേണ്ട. നമ്മൾ പിന്നെ മണ്ണിലാണ് നടുന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു തൂമ്പയോണ്ട് ഒരു കൊത്തി അതിലേക്ക് ഒരു വിത്താണെങ്കിൽ വിത്ത് ഇതുപോലുള്ള വിത്ത് എന്ന് പറയും. ഇതിനാണ് കട എന്ന് പറയും, തടാന്നൊക്കെ പറയും. അത് നട്ടിട്ട് കുറച്ച് ചാണകപ്പൊടി അതിൻ്റെ മേലെ ഇടുക, മണ്ണും തട്ടിയിട്ട് കുറച്ച് കരിയിലൊക്കെ മുകളിലേക്ക് ഇട്ട് വെച്ചാൽ അത് തന്നെ വേണം. വേറെ രാസവള പ്രയോഗം മരുന്ന് കളിയോ ഒന്നും വേണ്ട ഇതിന്. ഇത് 2 നിറം കാണുന്നുണ്ടല്ലോ മഞ്ഞൾ. ഇത് 2 നിറം കാണുന്നത് ഇതേപോലെ നമ്മൾ പുഴുങ്ങി ഉണക്കി എടുത്ത് പിന്നെ മില്ലിൽ കൊണ്ട് പൊടിപ്പിച്ചാൽ പുഴുങ്ങി ഉണക്കിയതാണ്. പുഴുങ്ങി ഉണക്കിയ മഞ്ഞളാണത്. അങ്ങനെ ഉണക്കിയത് നമ്മൾ ആ വീട്ടാവശ്യത്തിന് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചുകൊണ്ടിരും. അങ്ങനെ കിട്ടുന്ന കളറാണ് ഇത്. ഓറഞ്ച് കളറിന് ആ മഞ്ഞ കളർ. ഇത് ഇതേ മഞ്ഞൾ തന്നെ നമ്മൾ വെറുതെ നല്ലപോലെ കഴുകണം. ഒക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞുണക്കുക. വട്ടത്തിൽ അരിഞ്ഞ് ഉണക്കിയിട്ട് നല്ലപോലെ ഉണക്കി സൂക്ഷിച്ച് വെക്കുക. എന്നിട്ട് അത് മില്ലിൽ പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ കളർ കിട്ടും. ഇതിൽ ഇങ്ങനെ വരുമ്പോൾ പിന്നെ കുർക്കുമിൻ നഷ്ടപ്പെടുന്നില്ല, ഇതിൽ ഒട്ടും നഷ്ടപ്പെടുന്നില്ല. അതാണ് നമ്മൾ മരുന്നാവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന നമ്മളെ ആയുർവേദ മരുന്നുകളിലൊക്കെ മഞ്ഞൾ ഒരു പ്രധാന ഘടകം. അതിനൊക്കെ ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള മഞ്ഞളാണ്. ഞാനിപ്പോൾ എപ്പോഴും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഈ മഞ്ഞൾപ്പൊടി ഒരു ഗ്ലാസ് തിളച്ച വെള്ളത്തിലിട്ട് അതാ രാവിലെ കഴിക്കുന്നത്, വെറും പറ്റില്ല. അതുകൊണ്ട് ശരീരത്തിലെ ഒരുവിധമുള്ള അസുഖങ്ങൾക്കെല്ലാം ഇത് നല്ലതാണ്. പിന്നെ നമ്മളെ ഇതില്ല കൊളസ്ട്രോള് ഇങ്ങനെയുള്ളതിനൊക്കെ കഫക്കെട്ട് ഇതിനെല്ലാം പിന്നെ ഒരു നുള്ളിട്ടാ ഒറ്റ നുള്ളി ഇട്ടാൽ മതി. രോഗപ്രതിരോധ ശേഷിക്ക് മഞ്ഞൾ നല്ലതാ. വല്ലാണ്ട് കലക്കി കുടിക്കാൻ പറ്റില്ല, ഒരു നുള്ളി ഒറ്റ നുള്ളി കിട്ടി. അത് ഇങ്ങനെ ഒരു പുതിയ ഇനം നമ്മൾ വികസിപ്പിച്ചെടുത്തേരെ ഇതിനായിട്ട് അപേക്ഷിച്ച്
പിന്നെ സയൻറ്റിസ്റ്റുകൾ IAS ആറിനുള്ള സയൻറ്റിസ്റ്റുകളൊക്കെ വന്ന് നോക്കി ഇതിൻ്റെ വിളവും ഗുണവും ഇതെല്ലാം അറിഞ്ഞ് പിന്നെ കൊടുത്ത് 2017 കൊടുത്തത്. കിട്ടിയത് ഈ വർഷമാണ്, പിന്നെ 7 വർഷം കഴിഞ്ഞിട്ട്.